Welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് അഡ്വർടൈസിംഗ് ആണ്. നമ്മളെല്ലാവരും ഡെയിലി ഒരുപാട് അഡ്വർടൈസിംഗ് കാണുന്നതാണ്. നമ്മൾ ടെലിവിഷൻ കാണുകയാണെങ്കിലും റേഡിയോ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ, മാഗസിൻസ്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, ഇങ്ങനെ ഒരുപാട് അഡ്വർടൈസിങ് ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ട് എന്താണ് അഡ്വർടൈസിങ് എന്നതും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്താണ് ബിസിനസ്സിൽ ആ അഡ്വർടൈസിങ്ങിൻ്റെ റോൾ എന്നതും മാത്രമല്ല അഡ്വർടൈസിങ്ങിൻ്റെ ക്രിറ്റിസിസംസ് ഓഫ് അഡ്വർടൈസിങ്, ഈ അഡ്വർടൈസിങ്ങിനെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻസിനെ കുറിച്ച്, അതുപോലെ അഡ്വർടൈസിങ് മീഡിയം ഓഫ് അഡ്വർടൈസിങ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് എന്ന് നോക്കാം. അഡ്വർടൈസിംഗ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മാസ് മീഡിയ സച്ച് ആസ് ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ഡയറക്റ്റ് മെയിൽ വെഹിക്കിൾസ് ആൻഡ് ഔട്ട്ഡോർ ഡിസ്പ്ലേസ്. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ബിസിനസ്മാനും കൺസ്യൂമേഴ്സിനെ കാര്യങ്ങൾ അറിയിക്കുന്നത് ത്രൂ മാസ് മീഡിയാസിലൂടെയാണ്, നേരിട്ട് പോയിട്ട് അല്ല അറിയിക്കുന്നത്. ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. മാസ് മീഡിയ ടെലിവിഷൻ വഴിയോ അല്ലെങ്കിൽ റേഡിയോ, ന്യൂസ് പേപ്പർ, മാഗസീൻസ് ഇങ്ങനെയുള്ള മാസ് മീഡിയാസിലൂടെയാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. അതിന് ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും പേയ്മെൻറ്റും നൽകണമെന്നതാണ് പെയ്ഡ് ഫോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ മാസ് മീഡിയ വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ ബിസിനസ്മാൻ കൺസ്യൂമേഴ്സിനെ അറിയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു സംഭവമാണ് അഡ്വർടൈസിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അഡ്വർടൈസ്മെൻറ്റിന്: എനി പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ് ഓർ സർവീസസ് ബൈ ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും ചെയ്യുന്നത് ഒരു സ്പോൺസർ ആയിരിക്കും. അഡ്വർടൈസ്മെൻറ്റ് നൽകുന്ന ബിസിനസ്മാനാണ് ഇവിടെ സ്പോൺസർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടു ടാർഗറ്റ് ഓഡിയൻസ്. കമ്പനി അവരുടെ ടാർഗറ്റ് ഓഡിയൻസിനോടുള്ള ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് അഡ്വർടൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രൂ മാസ് മീഡിയ ആണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബൈ ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അഡ്വർടൈസിങ് എപ്പോഴും നൽകൽ ഒരു സ്പോൺസർ ആയിരിക്കും. അദ്ദേഹം പേയ്മെൻറ്റ് നൽകിയിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ ത്രൂ മാസ് മീഡിയയിലൂടെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഇൻ എ പെർസൂസീവ് മാനർ. കസ്റ്റമേഴ്സിന് പ്രൊഡക്ട്സും സർവീസസുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് നൽകുന്നത് എപ്പോഴും ഒരു പെർസൂസീവ് മാനറിലായിരിക്കും. കസ്റ്റമേഴ്സ് ആ അഡ്വർടൈസിങ് കാണുമ്പോൾ അത് വാങ്ങാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അഡ്വർടൈസിങ് എപ്പോഴും നൽകുക. ഇറ്റ് മേ ബി വിഷ്വൽ, സ്പോക്കൺ ഓർ റിട്ടൺ. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് വിഷ്വലോ ആയിട്ടോ സ്പോക്കൺ ആയിട്ടോ റിട്ടൺ ആയിട്ടോ നൽകാം. ഇറ്റ്സ് എ സെയിൽസ്മാൻഷിപ്പ് ഇൻ പ്രിൻ്റ്. ഒരു സാധാരണ സെയിൽസ്മാന് ഗുഡ്സ് വിൽക്കും അല്ലെങ്കിൽ പ്രൊഡക്ട്സ് വിൽക്കുമ്പോൾ കസ്റ്റമേഴ്സിന് അതിൻ്റെ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇമ്പ്രസ് ചെയ്ത് അവരെ അത് വാങ്ങാൻ മോട്ടിവേറ്റ് ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അഡ്വർടൈസിങ്ങും എന്ന് പറയുന്നത്. പക്ഷേ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് പ്രിൻറ്റഡ് ഫോർമാറ്റിലായിരിക്കും. ഇവിടെ സെയിൽസ്മാന് പകരം ഈ ജോലികളെല്ലാം ചെയ്യുന്നത് ഈ അഡ്വർടൈസിങ് ആണ്, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണ്. പക്ഷേ ഇത് ഒരു പ്രിൻറ്റഡ് ഫോർമാറ്റാണ് എന്നതാണ് ഇറ്റ് ഈസ് എ സെയിൽസ്മാൻഷിപ്പ് ഇൻ പ്രിൻ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ധാരാളം ആൾക്കാർക്ക് ഒരേ ടൈമിന് മെസ്സേജസ് കാണാൻ സാധിക്കും. ഇറ്റ് സ്റ്റിമുലേറ്റ് സെയിൽസ് കൂട്ടാൻ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ അഡ്വർടൈസിംഗ് സഹായിക്കും എന്നതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓർ ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ്. എന്തൊക്കെയാണ് അഡ്വർടൈസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു പ്രിപ്പയർ എ ഗ്രൗണ്ട് ഫോർ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റിന് ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് അഡ്വർടൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം. അതുമാത്രമല്ല, ടു ക്രിയേറ്റ്, മെയിൻറ്റെയിൻ ആൻഡ് ഇൻക്രീസ് ഡിമാൻഡ് ഓഫ് പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സിൻ്റെയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിനോ ഡിമാൻഡ്
ക്രിയേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് മറ്റൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ടു ഫേസ് കോമ്പറ്റീഷൻ സക്സസ്ഫുള്ളി, കോമ്പറ്റീഷനെ സക്സസ്ഫുള്ളായിട്ട് നേരിടാനാണ് മറ്റൊരു ലക്ഷ്യം. ടു ക്രിയേറ്റ് ഓർ എൻഹാൻസ് ഗുഡ് വിൽ, കമ്പനിയുടെ സെൽഫ് അല്ലെങ്കിൽ ഗുഡ് വിൽ, പ്രൊഡക്ട്സിനുമായി ബന്ധപ്പെട്ടുള്ള ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടു ഇൻഫോം ദ ചേഞ്ചസ് റിഗാർഡിംഗ് പ്രൈസ്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്റ്റ് ക്വാളിറ്റി എക്സെട്ര ടു ദ പബ്ലിക്. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ അത് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത് എന്നാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ടു ക്രിയേറ്റ് ബ്രാൻഡ് പ്രിഫറൻസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ടു എഡ്യൂക്കേറ്റ് കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യേണ്ടത് പ്രൊഡക്റ്റിനെ എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, ഇങ്ങനെ കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ടു റിമൈൻഡ് ദ കൺസ്യൂമേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ് ഫ്രം ടൈം ടു ടൈം, സമയാസമയങ്ങളിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് കൺസ്യൂമേഴ്സിനെ റിമൈൻഡറായിട്ട് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിമൈൻഡറായിട്ടും അഡ്വർടൈസിങ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് റോൾ ഓഫ് അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്തെന്ന് നോക്കാം ബിസിനസ്സിൽ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് എന്ന് പറയാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചേഴ്സ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് മാനുഫാക്ചർക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അഡ്വർടൈസ്മെൻറ്റ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്, ഹെൻസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഈസ് ഫെസിലിറ്റേറ്റഡ്. മാനുഫാക്ചർക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ അഡ്വർടൈസിങ് സഹായിക്കുന്നു. ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിനെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്താൻ മാനുഫാക്ചർക്ക് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് ടു ക്രിയേറ്റ് ന്യൂ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്ട്സ്. ഓൾറെഡി ഉള്ള പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ അഡ്വർടൈസിങ് സഹായിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ട്സിന് പുതിയ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. ഇറ്റ് ഓൾസോ എക്സ്പ്ലോർ ന്യൂ മാർക്കറ്റ്സ്. അഡ്വർടൈസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓൾറെഡി ഉള്ള മാർക്കറ്റിൽ നമുക്ക് പ്രൊഡക്ട്സിനെ നിലനിർത്തിക്കൊണ്ട് ആ മാർക്കറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതേസമയം നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുതിയ മാർക്കറ്റിലേക്ക് അഡ്വർടൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്കറ്റിലേക്കും നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ടു ഹെൽപ്സ് ടു ബിൽഡപ്പ് ഓർ ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദ കമ്പനി. കമ്പനിക്ക് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉള്ള ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ അഡ്വർടൈസിങ്ങിലൂടെ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഈസി ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ ടു മാർക്കറ്റിലേക്ക് ഒരു പുതിയ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് കമ്പനി അവരുടെ പുതിയ പ്രൊഡക്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പരിചയപ്പെടുത്താനൊക്കെ വളരെ എളുപ്പത്തിൽ അഡ്വർടൈസിങ്ങിലൂടെ സാധിക്കും. ഇറ്റ് പ്രൊട്ടക്ട്സ് ദ മാനുഫാക്ചറേഴ്സ് ഫ്രം അൺഡ്യൂ ഇൻഡിപെൻഡൻസ് ഓൺ മിഡിൽ മാൻ. മാനുഫാക്ചേഴ്സ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മിഡിൽ മാൻ വഴിയാണ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. മിഡിൽ മാനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ മാനുഫാക്ചർക്ക് അഡ്വർടൈസിങ് സഹായിക്കും. കാരണം മാനുഫാക്ചർ അഡ്വർടൈസിങ് നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് ആ പ്രൊഡക്ട്സ് അറിയും, അവരത് വാങ്ങിക്കോളും. അപ്പോൾ മിഡിൽ മാൻ പ്രൊമോഷൻ ചെയ്യുന്നതിൽ നിന്ന് കൂടുതലായിട്ട്, അല്ലെങ്കിൽ മിഡിൽ മാൻ്റെ സഹായത്തോടു കൂടി ഗുഡ്സ് വിൽക്കുന്നതിന് ഒരു പരിധിവരെ മാറി നിൽക്കാൻ മാനുഫാക്ചർക്ക് ഇത് കൊണ്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് മാനുഫാക്ചർക്ക്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. എന്തൊക്കെയാണ് ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഇങ്ങനെയുള്ള മിഡിൽ മാൻസിന്, ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ മെമ്പേഴ്സിന് എന്തൊക്കെയാണ് അഡ്വർടൈസിങ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ്, അഡ്വർടൈസിങ് ഹെൽപ്സ് ദ ഡീലേഴ്സ് ടു ഹാവ് മോർ സെയിൽസ്. മാനുഫാക്ചർക്കുള്ളതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും കൂടുതൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ അഡ്വർടൈസിങ് സഹായിക്കുന്നു. ഇറ്റ് ഇൻഫോംസ് ദ കൺസ്യൂമേഴ്സ് ദ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. ദസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഈസി സെയിൽസ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീസ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കൺസ്യൂമേഴ്സിനെ അറിയിക്കാൻ അഡ്വർടൈസിങ് ഡീലേഴ്സിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡീലേഴ്സിന് വളരെ എളുപ്പത്തിൽ പ്രൊഡക്ട്സ് കൺസ്യൂമറിലേക്ക് എത്തിക്കാനും അത് വിൽക്കാനും സാധിക്കും. ഇറ്റ് ഗ്യാരണ്ടീസ് ദ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ക്വിക്ക് സെയിൽസ്. ഇറ്റ് റെഡ്യൂസസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓൾഡ് സ്റ്റോക്ക്. മോറോവർ ഇറ്റ് ഇൻക്രീസസ് ദ പ്രോഫിറ്റ് ഓഫ് ഡീലേഴ്സ്. ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും അഡ്വർടൈസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ക്വിക്ക് സെയിൽസ് സാധ്യമാകും. അതുമാത്രവുമല്ല, അഡ്വർടൈസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്കൊന്നും ഓവറായിട്ട് കെട്ടിക്കിടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല, പെട്ടെന്ന് വിറ്റ് പോകും.
ഓക്കെ, അതുകൊണ്ട് തന്നെ ഡീലേഴ്സിന് വേഗം പ്രോഫിറ്റും നേടിയെടുക്കാൻ സാധിക്കും. ഇറ്റ് ഇൻക്രീസസ് ദ പ്രസ്റ്റീജ് ഓഫ് ദ ഡീലേഴ്സ്. അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാനുഫാക്ചർക്ക് ഗുഡ് വിൽ കിട്ടുന്ന പോലെ തന്നെ ഡീലേഴ്സിനും അഡ്വർടൈസിങ്ങിലൂടെ ഒരു പ്രസ്റ്റീജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് എനേബിൾസ് ദ ഡീലേഴ്സ് ടു ഹാവ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. ഡീലേഴ്സിന് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും കൊടുക്കാനൊക്കെ അഡ്വർടൈസിങ് സഹായിക്കും. വെൽ അഡ്വർടൈസ്ഡ് products can be sold without much salesmanship, thus selling becomes more economical. അഡ്വർടൈസിങ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെയിൽസ്മാൻഷിപ്പിൻ്റെ ആവശ്യമില്ല അവിടെ, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ്റെ ആവശ്യമില്ല ആ പ്രൊഡക്ട്സ് വിൽക്കാൻ. അതുകൊണ്ട് തന്നെ കാരണം കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് അഡ്വർടൈസിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സെയിൽസ് സാധ്യമാക്കാനൊക്കെ ഡീലേഴ്സിന് അഡ്വർടൈസിങ് സഹായിക്കുമെന്നതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു സെയിൽസ്മാൻ. സെയിൽസ്മാൻ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് നോക്കാം. അഡ്വർടൈസിങ് പ്രിപ്പയേഴ്സ് എ ബാക്ക്ഗ്രൗണ്ട് ഫോർ എ സെയിൽസ്മാൻ ടു ബിഗിൻ ഹിസ് വർക്ക്. അഡ്വർടൈസിങ് ഉള്ളതുകൊണ്ട് തന്നെ സെയിൽസ്മാന് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് അഡ്വർടൈസിങ്ങിനെ കാണാം. അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ബേസ് ആയിട്ട് അഡ്വർടൈസിങ്ങിനെ കാണാം അദ്ദേഹത്തിന്. അതുമാത്രമല്ല ഇറ്റ് റെഡ്യൂസസ് ഹിസ് ബർഡൻ ഓഫ് ജോബ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഹി ഹാസ് ടു പ്ലേ എ ഡബിൾ റോൾ, ദ റോൾ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. അഡ്വർടൈസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ സെയിൽസ്മാന് അദ്ദേഹത്തിൻ്റെ ജോലിയിലെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കുറയ്ക്കാൻ സാധിക്കും. കാരണം അഡ്വർടൈസ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഡബിൾ റോൾ ചെയ്യണമായിരുന്നു. ഏതൊക്കെയാണ് ഡബിൾ റോൾ എന്ന് പറയുന്നത്? ഒന്ന്, ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞ് വിവരിച്ച് കൊടുക്കേണ്ട ഒരു ജോലി ഉണ്ടാവുമായിരുന്നു. ദ റോൾ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന അതേ റോള് സെയിൽസ്മാൻ ചെയ്യണമായിരുന്നു. മാത്രമല്ല പ്രൊഡക്ട്സ് വിൽക്കുകയും വേണമായിരുന്നു. സെയിൽസ്മാൻഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. എന്നാൽ അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റിലൂടെ കസ്റ്റമേഴ്സ് അറിയും. അതുകൊണ്ട് തന്നെ സെയിൽസ്മാൻ്റെ ബേർഡൻ, ജോലി ഭാരം കുറക്കാൻ സാധിക്കും. അഡ്വർടൈസിംഗ് മേക്സ് ദ സെയിൽസ്മാൻ സെൽഫ് കോൺഫിഡൻറ്റ്, ഹെൻസ് ഹീ ക്യാൻ ഡു ദ ജോബ് ഇൻ എ ബെറ്റർ വേ. അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സെയിൽസ്മാൻ്റെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ചെയ്യാനും ആത്മവിശ്വാസത്തോടെ ചെയ്തു തീർക്കാനും സാധിക്കും. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളതെന്ന് നോക്കാം. അഡ്വർടൈസിംഗ് ഇൻഫോംസ് ദ കൺസ്യൂമേഴ്സ് അബൌട്ട് ക്വാളിറ്റീസ് ആൻഡ് പ്രൈസസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ദിസ് മേക്സ് പർച്ചേസിംഗ് ഈസി ഫോർ ദം. അഡ്വർടൈസിംഗ് കൺസ്യൂമേഴ്സിന് പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റീസ്, പ്രൊഡക്ട്സിൻ്റെ പ്രൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസ്യൂമേഴ്സിനെ അറിയിക്കാൻ അഡ്വർടൈസിംഗ് സഹായിക്കുന്നു. ഓക്കെ, ദിസ് മേക്സ് പർച്ചേസിങ് ഈസി ഫോർ ദം. കൺസ്യൂമേഴ്സിന് ഇങ്ങനെ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് വാങ്ങാൻ വളരെ എളുപ്പമായിരിക്കും. പർച്ചേസിങ് വളരെ ഈസിയായി മാറും. ഓക്കെ, മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ് കൺസ്യൂമറിന് നോക്കാം. അഡ്വർടൈസിംഗ് എസ്റ്റാബ്ലിഷസ് എ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് കൺസ്യൂമർ. Therefore, a large number of middlemen can be avoided. This enables the consumers to buy goods at lower prices. Advertising ഉള്ളത് കൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് മാനുഫാക്ചർ അഡ്വർടൈസ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നേരിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മിഡിൽമാൻ്റെ ആവശ്യം പിന്നെ അവിടെ വരുന്നില്ല. കൺസ്യൂമേഴ്സിന് നേരിട്ട് പോയിട്ട് ആ പ്രൊഡക്ട്സ് വാങ്ങാനും സാധിക്കും. മിഡിൽമാൻ്റെ ആവശ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അവിടെ കുറയും. ലോവർ പ്രൈസിൽ പ്രൊഡക്ട്സ് വാങ്ങാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ദം ടു നോ വെൻ ആൻഡ് വേർ ദ പ്രൊഡക്ട്സ് ആർ അവൈലബിൾ. ദിസ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് ടു സേവ് ടൈം. അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് അറിയാൻ സാധിക്കും എപ്പോൾ അല്ലെങ്കിൽ എവിടെ നിന്നാണ് പ്രൊഡക്ട്സ് ലഭ്യമാവുക എന്നുള്ള കാര്യം. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ കാര്യങ്ങളൊക്കെ. ദിസ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് ടു സേവ് ടൈം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സമയം ലാഭിക്കാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ദം ടു നോ വെൻ ആൻഡ് വേർ ദ പ്രൊഡക്ട്സ് ആർ അവൈലബിൾ. ദിസ് ഹെൽപ്സ് കൺസ്യൂമേഴ്സ് ടു സേവ് ടൈം. ഓക്കെ, സെയിം പോയിൻ്റ് തന്നെയാണ്. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ടു സൊസൈറ്റി ആണ്. സൊസൈറ്റിക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഉള്ളത് നോക്കാം. അഡ്വർടൈസിങ് ലീഡ്സ് ടു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അഡ്വർടൈസിങ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സാധ്യമാക്കും.
ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനൊക്കെ കസ്റ്റമേഴ്സ് അറിയുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ധാരാളം പ്രൊഡക്ട്സുകൾ വാങ്ങും. സ്വാഭാവികമായിട്ടും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സാധ്യമാകും. ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. അതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടും എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സൊസൈറ്റിക്ക് കിട്ടുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ് ഇതാണ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യും. Okay, it increases the standard of living of the society by facilitating to make use of a variety of products. അഡ്വർടൈസിങ്ങിൻ്റെ സഹായത്തോടു കൂടി തന്നെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിലുള്ള ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കസ്റ്റമേഴ്സിന് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അറിയാനും അതിനെപ്പറ്റി പഠിക്കാനും അത് ഉപയോഗിക്കാനൊക്കെ കഴിയും. ഇറ്റ് എഡ്യൂക്കേറ്റ്സ് ദ പബ്ലിക് റിഗാർഡിംഗ് ദ യൂസസ് ആൻഡ് ബെനഫിറ്റ്സ് ഓഫ് ഡിഫറൻറ്റ് പ്രൊഡക്ട്സ് എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ ബെനഫിറ്റ് എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങളൊക്കെ കസ്റ്റമേഴ്സ് അഡ്വർടൈസിങ്ങിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ കസ്റ്റമേഴ്സിനെ പബ്ലിക്കിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കസ്റ്റമേഴ്സിന് കിട്ടുന്നൊരു ബെനിഫിറ്റാണ്. ഇറ്റ് ഇൻക്രീസസ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദിസ് റെഡ്യൂസസ് കോസ്റ്റ് ആൻഡ് പ്രൈസസ് ടു കൺസ്യൂമേഴ്സ്. അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വന്നു കഴിഞ്ഞാൽ പെർ യൂണിറ്റ് കോസ്റ്റ് പ്രൊഡക്റ്റിന് കുറയും. ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ കോസ്റ്റ് കുറയും. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസസും കുറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റുകളാണ്. നെക്സ്റ്റ്, ഒബ്ജെക്ഷൻസ് ഓർ ക്രിറ്റിസിസംസ് അഗെയിൻസ്റ്റ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇനി അതിന് ഒരുപാട് അഡ്വർടൈസിങ് ചെയ്യുന്നതിനെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. ഏതൊരു കാര്യത്തിനും നല്ല വശവും ചീത്ത വശവും ഉണ്ട്. എന്നാൽ അഡ്വർടൈസിങ്ങിന് എന്തൊക്കെയാണ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള ഒബ്ജെക്ഷൻസിനെ കാറ്റഗറൈസ് ചെയ്ത് ഫസ്റ്റ് എക്കണോമിക് ഒബ്ജെക്ഷൻ ആയിട്ടാണ് പറയുന്നത്. എക്കണോമിക് ഒബ്ജെക്ഷൻസിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ്: അഡ്വർടൈസ്മെൻറ്റ് ഈസ് അൺനെസസറി ആൻഡ് വേസ്റ്റ്ഫുൾ. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. വേസ്റ്റായിട്ട് നമ്മളതിനെ ക്യാഷ് മുടക്കി വെറുതെ ചെയ്യുകയാണ്. കസ്റ്റമേഴ്സ് അഡ്വർടൈസിങ് ഒന്നും കാണാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല എന്നാണ് ഈ പോയിൻ്റ് കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഇൻക്രീസസ് കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്. അഡ്വർടൈസ്മെൻറ്റിന് നമ്മൾ ചിലവഴിക്കുന്ന അല്ലെങ്കിൽ കമ്പനി ചിലവഴിക്കുന്ന ക്യാഷ് എന്ന് പറയുന്നത് റിക്കവർ ചെയ്യുന്നത് പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് തന്നെയാണ്. അതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അഡ്വർടൈസിങ് ചെയ്യുന്നതനുസരിച്ച് പ്രൊഡക്ട്സിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യുമെന്നാണ് പോയിൻ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഇൻഡ്യൂസസ് പീപ്പിൾ ടു ബൈ ഗുഡ്സ് വിച്ച് ആർ നോട്ട് നീഡഡ് ഓർ വിച്ച് ആർ ബിയോണ്ട് ദെയർ കപ്പാസിറ്റി. അഡ്വർടൈസിങ് എപ്പോഴും ഒരു പെർസൂസീവ് മാനറിലായിരിക്കും നൽകുക. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അവരുടെ കപ്പാസിറ്റിക്ക് മുകളിലുള്ള പ്രൊഡക്ട്സ് വരെ വാങ്ങാൻ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ആക്ച്വലി ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സൊക്കെ വാങ്ങാൻ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവുക എന്നതാണ് മറ്റൊരു വിമർശനമായിട്ട് പറയുന്നത്. ഇറ്റ് ക്രിയേറ്റ്സ് മോണോപ്പൊളീസ്. അഡ്വർടൈസിങ് മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്നു. അഡ്വർടൈസിങ് ആർ റിജിഡ്. അഡ്വർടൈസിങ് റിജിഡാണ്. ഒരിക്കൽ നൽകിയ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് അവിടെ നിന്ന് മായ്ച്ചു കളയാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ ആണെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് മായ്ച്ചു കളയാൻ സാധിക്കില്ല. അത് റിജിഡാണ്. നെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ചേഞ്ച് ചെയ്തിട്ടൊക്കെ കൊടുക്കാമെന്നല്ലാതെ അത് റിജിഡാണ്. ഇറ്റ് ക്രിയേറ്റ്സ് അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റിൽ ആവശ്യമില്ലാതെ കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും അഡ്വർടൈസ്മെൻറ്റ് നൽകുന്നത് കൊണ്ട് തന്നെ. Advertisement has made it difficult for customers to make their selections because it becomes very difficult to decide which particular brand is better. എല്ലാ കമ്പനികളും അഡ്വർടൈസ്മെൻറ്റ് നൽകുന്നതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആയി പോകും ഏത് കമ്പനിയുടെ ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ട്. കാരണം എല്ലാ ബ്രാൻഡുകളും സൂപ്പർബ് ബ്രാൻഡ് എന്ന രീതിയിലായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് നൽകിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആയി പോകുമെന്നതൊക്കെയാണ് എക്കണോമിക് ഒബ്ജെക്ഷൻസിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ. നെക്സ്റ്റ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഒബ്ജെക്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അഡ്വർടൈസ്മെൻറ്റ് ഡിസ്ട്രോയ്സ് ദ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ബിഫോർ ഇറ്റ് ബിക്കംസ് യൂസ്ലെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ, ഇംപ്രൂവ് ടെക്നോളജി എക്സെട്ര. മാർക്കറ്റിൽ എപ്പോഴും പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഫാഷൻ ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ട് പുതിയ പുതിയ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള അഡ്വർടൈസിങ് കണ്ടിന്യൂസ് ആയിട്ട് നൽകുന്നുണ്ട് കമ്പനികൾ. അതുകൊണ്ട് തന്നെ ഓൾറെഡി നിലവിലുള്ള ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഒരുപക്ഷെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്റ്റുകളാവില്ല, പക്ഷേ അതിൻ്റെ യൂട്ടിലിറ്റി
ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് നൽകുന്നതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് പിന്നെ ആരും വാങ്ങാതെ വരും. പുതിയ പ്രൊഡക്ട്സുകളിലേക്ക് കസ്റ്റമേഴ്സ് ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓൾഡ് പ്രൊഡക്ട്സിൻ്റെ യൂട്ടിലിറ്റി കേടുവരുന്നതിന് മുമ്പ് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാൻ അഡ്വർടൈസ്മെൻറ്റ് ശ്രമിക്കും, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് പറ്റുമെന്നതാണ് ഒരു ഒബ്ജക്ഷനായിട്ട് പറയുന്നത്. മറ്റൊന്ന്, അഡ്വർടൈസ്മെൻറ്റ് മാനിപ്പുലേറ്റ്സ് കൺസ്യൂമേഴ്സ് ടു ബൈ തിങ്സ് വിച്ച് ആർ നോട്ട് റിയലി നീഡഡ്. കൺസ്യൂമേഴ്സിന് ആക്ച്വലി ആവശ്യമില്ലാത്ത ഗുഡ്സൊക്കെ കൺസ്യൂമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ് അഡ്വർടൈസ്മെൻറ്റ് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൺസ്യൂമേഴ്സിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു. അതുപോലെ തന്നെ അനദർ ചാർജ് അഗെയിൻസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ഇൻസൾട്ട്സ് ദ ഇൻ്റലിജൻസ് ഓഫ് കൺസ്യൂമേഴ്സ്. മെനി ആഡ് മെസ്സേജസ് ഹാവ് ലോ ഇൻ്റലക്ച്വൽ ലെവൽ ബിക്കോസ് ഇറ്റ് എയിംസ് ടു റീച്ച് മാസ് ഓഡിയൻസ്. സാധാരണ അഡ്വർടൈസ്മെൻറ്റൊക്കെ ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റൊക്കെ നമ്മൾ കാണുന്നതാണ്. ചില അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പരസ്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ലോ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവർക്ക് വരെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ വളരെ സിമ്പിൾ ഫോർമാറ്റിൽ, അല്ലെങ്കിൽ വളരെ ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന ഫോർമാറ്റിലൊക്കെ അഡ്വർടൈസിങ് നൽകുന്നത് കൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയെ ഒരു കളിയാക്കുന്ന രീതിയിലായിരിക്കും ആണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതെന്നാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ക്ലാഷസ് ഇൻ ദ ഫാമിലി. അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലിയിൽ ക്ലാഷസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആയിട്ട് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെട്ട അഡ്വർടൈസ്മെൻറ്റ് ടെലിവിഷനിലൊക്കെ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നൊക്കെയാണ് ഈ പോയിൻ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, എത്തിക്കൽ ഒബ്ജെക്ഷൻസ് ആണ്. എന്തൊക്കെയാണ് എത്തിക്കൽ ഒബ്ജെക്ഷൻസ് നോക്കാം. അഡ്വർടൈസിങ് മിസ്ലീഡ്സ് ദ പബ്ലിക് ബൈ ഗിവിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നൽകിക്കൊണ്ട് പബ്ലിക്കിനെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതൊരു വിമർശനം അഡ്വർടൈസിങ്ങിനെതിരെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കഷണ്ടിക്കൊക്കെ മരുന്ന് വന്നു എന്ന രീതിയിലൊക്കെ ചില പ്രൊഡക്ട്സുകൾ ടെലിവിഷനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ മരുന്ന് ഉപയോഗിച്ചിട്ട് ആ റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊരു മിസ്ലീഡിംഗ് ആണ്. ഓക്കെ, സം അഡ്വർടൈസിങ് കണ്ടെയ്ൻസ് വൾഗാരിറ്റി, ന്യൂഡ് പോസസ്, എക്സൈറ്റിംഗ് ഇമോഷൻസ് ആൻഡ് ഇൻഡീസൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദിസ് വിൽ കറപ്റ്റ് യങ് മൈൻഡ്. ചില അഡ്വർടൈസിങ്ങിൽ, ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ നമ്മൾ കാണുന്നതാണ് മോശമായിട്ടുള്ള രീതിയിലുള്ള പോസിങ്ങും കാര്യങ്ങളും ഇമോഷൻസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളായിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊക്കെ യങ് മൈൻഡുകൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. സം അഡ്വർടൈസ്മെൻറ്റ് മേ ലീഡ് ടു യൂത്ത് ടു കമ്മിറ്റ് ക്രൈംസ്. ചില അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ യൂത്തിനെ ക്രൈമിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അഡ്വർടൈസിങ് മേക്സ് എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ ചിൽഡ്രൻ. ദേ ആർ അൺഎബിൾ ടു അസർട്ടൈൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അഡ്വർടൈസിങ് എപ്പോഴും, എസ്പെഷ്യലി ടെലിവിഷൻ അഡ്വർടൈസ്മെൻറ്റൊക്കെ ചിൽഡ്രനെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിൽഡ്രൻ ആ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ടുള്ള മെറിറ്റും ഡിമെറിറ്റും ഒന്നും അറിയുകയുണ്ടാവില്ല. പക്ഷേ ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അത് വേണം എന്ന് വാശി പിടിക്കും കുട്ടികളൊക്കെ. അതുകൊണ്ട് തന്നെ ഇതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ചിൽഡ്രനിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നു എന്നതാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ്സ് കൺഫ്യൂഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. എല്ലാ കമ്പനികളും അഡ്വർടൈസ്മെൻറ്റ് നൽകുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അഡ്വർടൈസ്മെൻറ്റ് ഈസ് മിസ്യൂസിങ് ദ മീഡിയ. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് തെറ്റായ അഡ്വർടൈസ്മെൻറ്റൊക്കെ കൊടുത്തുകൊണ്ട് മീഡിയയെ മിസ്യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് മറ്റൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. മീഡിയാസിന് ദുരുപയോഗം ചെയ്യുന്നു. ഓക്കെ, ഓരോ കമ്പനി അവരുടെ പ്രൊഡക്ട്സിനെ എങ്ങനെയെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് മീഡിയാസിന് ദുരുപയോഗം ചെയ്യുകയാണ്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇതൊക്കെയാണ് എത്തിക്കൽ ഒബ്ജെക്ഷൻസ് ആയിട്ട് പറയുന്നത്. മറ്റൊരു ടോപ്പിക്കാണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ. എന്താണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മീഡിയം എന്ന് നോക്കാം. ആൻ അഡ്വർടൈസ്മെൻറ്റ് മീഡിയം ഈസ് ദ കാരിയർ ഓർ വെഹിക്കിൾ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജസ്. അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ
അത് ഡെലിവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മീഡിയമാണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ ഓർ മീഡിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ മീൻസ് ഓർ വേസ് ഓർ ചാനൽസ് ടു കൺവേ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് ടു ദ പബ്ലിക്. അഡ്വർടൈസ്മെൻറ്റ് മീഡിയം എന്നത് ഒരു വേ ആണ്, അല്ലെങ്കിൽ ഒരു ചാനലാണ്. ഓക്കെ, അത് ആ വേയിലൂടെയാണ് അല്ലെങ്കിൽ ആ ചാനലിലൂടെയാണ് അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് മീഡിയ മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് മീഡിയ എന്ന് നോക്കാം. രണ്ടായിട്ട് അതിനൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻഡോർ മീഡിയ ആൻഡ് ഔട്ട്ഡോർ മീഡിയ. എന്താണ് ഇൻഡോർ മീഡിയ എന്ന് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഇൻഡോർ മീഡിയ ദ സെയിൽസ് മെസ്സേജ് ഈസ് കൺവേഡ് റൈറ്റ് ഇൻ ടു ദ ഹോം ഓഫ് കൺസ്യൂമർ. ഇൻഡോർ മീഡിയയിൽ സാധാരണ കൺസ്യൂമറുടെ ഡയറക്റ്റ് വീട്ടിലേക്ക് കൺസ്യൂമറുടെ ഡയറക്റ്റായിട്ട് അവരുടെ മുമ്പിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇൻഡോർ മീഡിയ വഴി മെസ്സേജ് കൺവേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസ്യൂമേഴ്സിൻ്റെ വീട്ടിലേക്ക് നേരിട്ട് എത്തുന്ന ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റേഡിയോ ആൻഡ് ടെലിവിഷൻ അവരുടെ മുമ്പിലേക്ക് ഡയറക്റ്റായിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇൻഡോർ മീഡിയ വഴി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് ഔട്ട്ഡോർ മീഡിയ ദ മെസ്സേജ് ഈസ് സീൻ ബൈ ദ കൺസ്യൂമർ ഔട്ട്സൈഡ് ഹിസ് ഹോം. ഔട്ട്ഡോർ മീഡിയ മീൻസ് കൺസ്യൂമർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പോസ്റ്ററുകളും ഇലക്ട്രിക് സൈനുകളും ബോർഡുകളും ചില വെഹിക്കിൾസിൻ്റെ മുകളിലൊക്കെ കാണുന്ന രീതിയിൽ അഡ്വർടൈസ്മെൻ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഔട്ട്ഡോർ മീഡിയം ഓഫ് അഡ്വർടൈസിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് രണ്ട് മീഡിയം, ഇൻഡോർ മീഡിയ ആൻഡ് ഔട്ട്ഡോർ മീഡിയ. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഗവേണിംഗ് ദ സെലക്ഷൻ ഓഫ് അഡ്വർടൈസിങ് മീഡിയ. അഡ്വർടൈസിങ് മീഡിയ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് ഫാക്ടറായിട്ട് പറയുന്നത് നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ സ്വഭാവമാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം മീൻസ് ചില പ്രൊഡക്ട്സുകളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രൊഡക്ട്സുകളൊക്കെ ആണെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്നത് ടെലിവിഷനൊക്കെ പോലെയുള്ളതാണ്. എന്നാൽ ചില പ്രൊഡക്ട്സിന് ഡെമോൺസ്ട്രേഷൻ ആവശ്യമൊന്നുമില്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ന്യൂസ് പേപ്പറിലും മാഗസിൻസിലൊക്കെ കൊടുത്താലും മതി. അതുപോലെ തന്നെ ജ്വല്ലറി ഐറ്റംസ്, അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ, അതുപോലെ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പല ഫാസ്റ്റ് ട്രാക്ക് അല്ലെങ്കിൽ വനിത പോലെയുള്ള മാഗസിൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇങ്ങനെ പ്രൊഡക്ട്സിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് ആദ്യം നമ്മൾ മീഡിയം സെലക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ്, അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇപ്പോൾ അഡ്വർടൈസിങ് നൽകുന്നത് നാഷണൽ ലെവലിലാണെങ്കിൽ ആ ലെവലിലായിരിക്കണം നമ്മൾ. ഇപ്പോൾ ടെലിവിഷൻ വഴി അല്ലെങ്കിൽ നാഷണൽ ന്യൂസ് പേപ്പർ വഴിയൊക്കെ ആയിരിക്കണം നമ്മൾ അഡ്വർടൈസിങ് നൽകേണ്ടത്. ഇനി ഒരു ചെറിയ മാർക്കറ്റിലേക്കാണ് നമ്മൾ, അല്ലെങ്കിൽ ചെറിയ ഒരു ഏരിയയിലേക്കാണ് അഡ്വർടൈസിങ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, ഒരു കുറഞ്ഞ കസ്റ്റമേഴ്സിനെ കവർ ചെയ്യാവുന്നതാണെങ്കിൽ പോസ്റ്റർ വഴിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വഴിയോ ഒക്കെ എന്ത് ചെയ്യുക, അഡ്വർടൈസിങ് നൽകാം. നെക്സ്റ്റ്, പൊട്ടൻഷ്യൽ മാർക്കറ്റാണ്. ഏത് മാർക്കറ്റിലേക്കാണ് ഈ അഡ്വർടൈസിങ് ചെയ്യുന്നതെന്ന് നോക്കണം. അവിടെയുള്ള നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എത്ര, അവിടെയുള്ളവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻകം പാറ്റേൺ എത്ര, ഏജ് ഗ്രൂപ്പ്, അവരുടെ ടേസ്റ്റ്, അവരുടെ പ്രിഫറൻസസ്, ലൈക്സ്, ഡിസ്ലൈക്സ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കണം അഡ്വർടൈസിങ് ചെയ്യേണ്ടത്. ഒരു ഹൈ ഇൻകം ഗ്രൂപ്പുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് അവിടെ മാഗസിൻസൊക്കെ നല്ലൊരു മീഡിയമാണ്. മാഗസിൻ വഴിയൊക്കെ അഡ്വർടൈസിങ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലോക്കൽ ഏരിയ ടു ബി കവേർഡ്, വളരെ ഒരു ലോക്കൽ ഏരിയയൊക്കെയാണ് കവർ ചെയ്യുന്ന മാർക്കറ്റ്, ലോക്കൽ ഏരിയ പീപ്പിൾ ആണെങ്കിൽ അവിടെ ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ ഔട്ട്ഡോർ അഡ്വർടൈസിങ് ഒക്കെ ആയിരിക്കും അവിടെ ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇഫ് ദ മെസ്സേജ് ഈസ് ടു റീച്ച് ദ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ, വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് റേഡിയോ, അതുപോലെ സിനിമ, അതേപോലെ ടെലിവിഷൻ, ഇതൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എവിടേക്കാണ് അഡ്വർടൈസിങ് ചെയ്യുന്ന ആ മാർക്കറ്റ് ഏരിയയെക്കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ ബിസിനസ് യൂണിറ്റ്. ഇനി നമ്മളുടെ ബിസിനസ് യൂണിറ്റിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റിൻ്റെ സൈസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ആണെങ്കിൽ അവിടെ ലാർജർ ഫേംസ് ആണെങ്കിൽ റേഡിയോ, TV, ന്യൂസ് പേപ്പേഴ്സൊക്കെ ഉപയോഗിക്കാം. ഇനി സ്മോൾ ഫേമുകളൊക്കെ ആണെങ്കിൽ പോസ്റ്റർ വഴിയൊക്കെ അല്ലെങ്കിൽ സിനിമ വഴിയൊക്കെ നമുക്ക് അഡ്വർടൈസിങ് ചെയ്താലും മതി. അപ്പോൾ ബിസിനസ് യൂണിറ്റിൻ്റെ സൈസാണ് മറ്റൊരു പോയിൻ്റായിട്ട് നമ്മൾ പറയേണ്ടത്. ഇനി മെസ്സേജ് ടു ബി സെൻഡ്. ദ അഡ്വർടൈസർ മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ അപ്പീലിംഗ് ദ കസ്റ്റമേഴ്സ് ബൈ കളറിങ് അഡ്വർടൈസിങ്. നമ്മൾ എന്ത് മെസ്സേജസ് ആണ് കസ്റ്റമേഴ്സിന് അയക്കുന്നത്, ആ മെസ്സേജിൻ്റെ കളർ ചെയ്യുക, കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിൽ അതിനെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മാറ്റിയെടുക്കുക, കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അഡ്വർടൈസിങ് മാറ്റുക.
ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് മെസ്സേജ് ടു ബി സെൻഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മാഗസിൻസിലായാലും ഫിലിം, ടെലിവിഷൻ ഇങ്ങനെയുള്ള മീഡിയത്തിലൂടെ നമുക്ക് അയക്കുന്ന മെസ്സേജസ് കസ്റ്റമേഴ്സിനെ കൂടുതൽ ഇംപ്രസ് ആക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ദ എക്സ്റ്റെൻഡ് ഓഫ് കോമ്പറ്റീഷൻ ആണ് മറ്റൊരു പോയിൻ്റായിട്ട് പറയുന്നത്. ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് സെലക്ട് ചെയ്യുന്ന മീഡിയം ഏതാണോ ആ മീഡിയം തന്നെ നമ്മളും യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുമാത്രവുമല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നും കൂടി നല്ല മീഡിയം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മീഡിയം സെലക്ട് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ മീഡിയം ഏതാണെന്ന് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് മറ്റൊരു പോയിൻ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് മീഡിയം ഉണ്ടെങ്കിലും നമ്മുടെ ബിസിനസ്സിൻ്റെ കപ്പാസിറ്റി നോക്കണം. ഫിനാൻഷ്യൽ കപ്പാസിറ്റി നോക്കിയിട്ട് ആ കോസ്റ്റ് നമുക്ക് താങ്ങാൻ കഴിയുമെങ്കിൽ ആ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് മീഡിയമാണ് സെലക്ട് ചെയ്യേണ്ടത്. ചെറിയൊരു ഫേം ആണെങ്കിൽ ഒരു സ്മോൾ കോസ്റ്റ് വരുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി ലാർജർ കമ്പനികളൊക്കെ ആണെങ്കിൽ ഹ്യൂജ് കോസ്റ്റ് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനും അവർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് അഡ്വർടൈസിങ് എഫക്റ്റീവ്നെസ്. അഡ്വർടൈസ്മെൻറ്റ് നൽകിയത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ, ഫലപ്രദമായിട്ടുണ്ടോ എന്നുള്ള വിലയിരുത്തലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ടെസ്റ്റുകളാണ് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. പ്രീ ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ടെസ്റ്റ് മെയ്ഡ് ബിഫോർ ദ ആഡ് കോപ്പി ഈസ് പബ്ലിഷ്ഡ് ഓർ റിലീസ്ഡ്. അഡ്വർടൈസ്മെൻറ്റ് നൽകുന്ന കോപ്പി അല്ലെങ്കിൽ ആ ആഡ് കോപ്പി പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്യുക കസ്റ്റമർ അറിയുന്നതിന് മുമ്പ് തന്നെ, അവരിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ടെസ്റ്റ് ചെയ്യുകയാണ് പ്രീ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Pre-test evaluates the consumer's response to the ad copy and the way the message is understood by the consumers. Pre-test ചെയ്യുന്നതിലൂടെ കൺസ്യൂമേഴ്സ് ആ ആഡ് കോപ്പിയോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അതുപോലെ തന്നെ ഏത് രീതിയിൽ ആ മെസ്സേജ് അല്ലെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് കൺസ്യൂമേഴ്സ് മനസ്സിലാക്കും എന്നതൊക്കെ അറിയാൻ പറ്റും. ഏതായാലും പ്രീ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ നോക്കാം. ഫസ്റ്റ് കൺസ്യൂമർ ജൂറി മെത്തേഡാണ്. ഈ മെത്തേഡിൽ ഒരു ബിസിനസ്സിൻ്റെ ആക്ച്വൽ ബയേഴ്സ് ആരൊക്കെയാണ് ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സുകൾ വാങ്ങാൻ പോകുന്നത് അവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവർക്കൊരു ചെറിയ ക്വസ്റ്റ്യനെയർ നൽകിക്കൊണ്ട് അവരോട് ആ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ പറയും. ദേ റാങ്ക് ദ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അവരോരോ സെലക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് അവരുടെ ഓരോ കൺസ്യൂമറുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ ആ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യും. അതിലേറ്റവും ഹൈ പ്രിഫറൻസ് അല്ലെങ്കിൽ ഹൈ പോയിൻ്റുകൾ കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യനെയർ ഏതാണ്, അല്ലെങ്കിൽ ഹൈ ബ്രാൻഡ് പ്രിഫറൻസ് അല്ലെങ്കിൽ ആഡ് പ്രിഫറൻസ് ഉള്ള ക്വസ്റ്റ്യനെയർ ഏതാണ്, അത് സെലക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, മറ്റൊരു പ്രീ ടെസ്റ്റ് മെത്തേഡാണ് പോർട്ട്ഫോളിയോ ടെസ്റ്റ്. ഇൻ ദിസ് മെത്തേഡ് എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ഗിവൺ സെവറൽ ആഡ് കോപ്പീസ് സൈമിൾട്ടേനിയസ്ലി. ഈ പോർട്ട്ഫോളിയോ ടെസ്റ്റിൽ സെവറൽ ആഡ് കോപ്പീസ് ഒരേ സമയം തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിന് നൽകും. ശേഷം ദേ ആർ ആസ്ക്ഡ് ടു റിമെമ്പർ ഓർ റീകോൾ ദ ആഡ്സ്. ദിസ് വുഡ് ഷോ ദ എഫക്റ്റീവ്നെസ് ഓഫ് ആൻ ആഡ് മെസ്സേജസ്. എന്നിട്ട് ആ ആഡ് കോപ്പി അവരോട് വായിക്കാൻ പറയും. എന്നിട്ട് ആ ആഡ് കോപ്പി മാറ്റി വെച്ചിട്ട് അവരോട് എന്തൊക്കെയാണ് വായിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓർമ്മയുള്ളത് ഓർത്തെടുക്കാൻ പറയും അല്ലെങ്കിൽ ഓർമ്മിക്കാൻ പറയും. ഓക്കെ, അവർക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവാണ്, അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള മെത്തേഡാണ് പോർട്ട്ഫോളിയോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ് മറ്റൊരു പ്രീ ടെസ്റ്റ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് ഫോക്കസ് ഗ്രൂപ്പ് ആൻഡ് ഡെപ്ത് ഇൻ്റർവ്യൂസ് റിട്രീവ് ഇൻഫർമേഷൻ ഫ്രം ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഡെപ്തായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ഗ്രൂപ്പ് വഴിയൊക്കെയാണ്. ദിസ് ഗ്രൂപ്പ് വിൽ ഡിസ്കസ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ആഡ് കോപ്പി. ഈ ഗ്രൂപ്പ് കൃത്യമായിട്ട് പറഞ്ഞു തരും ഈ ആഡ് കോപ്പിയുടെ പോസിറ്റീവ് ആസ്പെക്ട്സ് നെഗറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ. ദ ഗ്രൂപ്പ് കൺസിഡേഴ്സ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. ഈ ഗ്രൂപ്പ് കൃത്യമായിട്ട് പറയും ഈ അഡ്വർടൈസ്മെൻറ്റ് കോപ്പിക്ക് മറ്റേതെങ്കിലും ആൾട്ടർനേറ്റീവ് വഴി അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് കോപ്പി ഉപയോഗിക്കണോ, അതല്ലെങ്കിൽ പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ പറഞ്ഞു തരും. ഓക്കെ, ഇങ്ങനെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് തിയേറ്റർ പെർസെപ്ഷൻ ടെസ്റ്റാണ്. ഈ മെത്തേഡിൽ കൺസ്യൂമേഴ്സിനെ ഒരു തിയേറ്ററിലേക്ക് ക്ഷണിക്കും. ശേഷം ഒരു 250 to 500 പാർട്ടിസിപ്പൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അവർക്ക് കുറച്ച് ഫോംസ് നൽകും അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർസ് നൽകും.
എന്നിട്ട് അവർക്ക് ഒരു എന്താണ് ആ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ആ അഡ്വർടൈസ്മെൻറ്റ് എന്താണ് അത് ആ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും. ശേഷം അവരോട് ഓരോ ഫോമുകൾ അത് കണ്ടിട്ട് ഫില്ല് ചെയ്യാൻ പറയുന്ന ഒരു മെത്തേഡാണ്. ഇങ്ങനെ കസ്റ്റമേഴ്സ് ഓരോ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോമുകൾ എടുത്തിട്ട് ഫില്ല് ചെയ്യാൻ പറയും. ഓക്കെ, അവർ കാണുന്നതിനനുസരിച്ചിട്ട് ഓരോ അഡ്വർടൈസ്മെൻറ്റ്സ് അവർ കാണുന്നതനുസരിച്ചിട്ട് അത് വെച്ചിട്ട് അവരോട് ഫില്ല് ചെയ്യാൻ പറയും. ഈ മെത്തേഡാണ് തിയേറ്റർ പെർസുവേഷൻ ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റൊരു മെത്തേഡാണ് മെക്കാനിക്കൽ ടെസ്റ്റാണ്. ഇവിടെ സെലക്റ്റഡ് കൺസ്യൂമേഴ്സ് ആർ എക്സ്പോസ്ഡ് ടു ആൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ദിയർ ഐ മൂവ്മെൻറ്റ്, ബ്ലഡ് പ്രഷർ, ഗാൽവാനിക്, സ്കിൻ റെസ്പോൺസ്, പ്യൂപ്പിൾ ഡിലേഷൻ റെസ്പോൺസ് എക്സെട്ര. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് സെലക്റ്റഡ് കൺസ്യൂമേഴ്സിന് അഡ്വർടൈസ്മെൻറ്റ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെ ഐ മൂവ്മെൻറ്റ്സുകൾ, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള സ്കിൻ റെസ്പോൺസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യും അല്ലെങ്കിൽ മനസ്സിലാക്കും. ഓക്കെ, ഈ സ്കിൻ മൂവ്മെൻറ്റ് റെസ്പോൺസ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഐ മൂവ്മെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് ബൈ യൂസിങ് മെക്കാനിക്കൽ ഡിവൈസസ് ലൈക്ക് ടച്ചിസ്റ്റോസ്കോപ്പ്, സൈക്കോ ഗാൽവാനോമീറ്റർ, മൂവിങ് ക്യാമറാസ്, ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, ഇങ്ങനെയുള്ള മെക്കാനിക്കൽ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ ഐ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അവരുടെ റിയാക്ഷൻ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഇവിടെ പ്രീ ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് ടെസ്റ്റുകളാണ്. ദീസ് ടെസ്റ്റ് ആർ പബ്ലിഷ്ഡ് ആഫ്റ്റർ ദ ആഡ് ഈസ് പബ്ലിഷ്ഡ്. പോസ്റ്റ് ടെസ്റ്റ് മീൻസ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നടത്തുന്ന ഇവാലുവേഷനാണ്. ഇതിൽ ഉൾപ്പെടുന്ന മെത്തേഡ്സ് ഏതൊക്കെ നോക്കാം. റെക്കഗ്നിഷൻ ടെസ്റ്റാണ് ഫസ്റ്റ്. ദ ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ആർ ആസ്ക്ഡ് ടു റെക്കഗ്നൈസ് the ads in a magazines as having seen earlier. കമ്പനി അവരുടെ ടാർഗറ്റ് കൺസ്യൂമേഴ്സിനോട് പറയും അവർ മുമ്പ് അല്ലെങ്കിൽ കമ്പനി ആദ്യം ചെയ്ത മാഗസിൻസിലൊക്കെ കൊടുത്ത അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജ് റീകോൾ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഓർമ്മിക്കാൻ പറയും. അങ്ങനെ അവർക്കത് മുൻപ് കണ്ട ആ മെസ്സേജ് ഓർത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ നോക്കും. അത് തിരിച്ചറിയാൻ പറയുന്നതാണ് റെക്കഗ്നിഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഹെൽപ്സ് ടു കമ്പയർ ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്പനീസ് ആഡ് ആസ് അഗെയിൻസ്റ്റ് ദോസ് കോമ്പറ്റീറ്റേഴ്സ്. റിയൽ ടെസ്റ്റാണ് നെക്സ്റ്റ്. ദിസ് ഈസ് ഓൾസോ കോൾഡ് റീകോൾ ടെസ്റ്റ്. റീകോൾ ടെസ്റ്റ് എന്ന പേരിൽ ഇത് അറിയപ്പെടും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മെമ്മറിയുടെ ബേസിൽ നടത്തുന്ന ടെസ്റ്റാണ്. ആൻഡ് ദിസ് മെത്തേഡ് ദ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ് ഈസ് മെഷേർഡ് ത്രൂ എ സർവേ. ഒരു സർവേ നടത്തുന്നതിലൂടെയാണ് റീകോൾ ടെസ്റ്റ് അല്ലെങ്കിൽ റിയൽ ടെസ്റ്റ് ചെയ്യുന്നത്. ദ സർവേ ഈസ് മെയ്ഡ് ഓൺ ദോസ് ഹൂ ഹാവ് സീൻ ദ അഡ്വർടൈസ്മെൻറ്റ് ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആണ് ഈ സർവേ നടത്തുന്നത്. ഓക്കെ, ആരൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടത് അവർ ഒക്കെ അറിയാനും അല്ലെങ്കിൽ അവരിലൂടെയാണ് ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. കോപ്പീസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മേ ബി സർക്കുലേറ്റഡ് എമംഗ് ദം. അവർക്ക് അഡ്വർടൈസ്മെൻറ്റിൻ്റെ കോപ്പി പ്രൊവൈഡ് ചെയ്യും. അവർ ആ മെസ്സേജസ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവരതിൽ റിപ്ലൈ ചെയ്യും അല്ലെങ്കിൽ അവരതിൽ പെർഫോം ചെയ്യും. ഒപ്പീനിയൻസ് ഓഫ് ബോത്ത് സർവേ ആൻഡ് കോപ്പി ആർ കളക്റ്റഡ്. എന്നിട്ട് അവർക്ക് ആ സർവേയിലൂടെ അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് ആ അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് അവയർനെസ് ടെസ്റ്റാണ്. അണ്ടർ ദിസ് മെത്തേഡ് സം കൺസ്യൂമേഴ്സ് ആർ സെലക്റ്റഡ് ആൻഡ് ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ബ്രാൻഡ്, ട്രേഡ് മാർക്ക് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് ആഡ്. If the answers to these questions are in a favor of the product, ad is assumed to be effective. ഈ മെത്തേഡിൽ കുറച്ച് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കമ്പനിയുടെ ബ്രാൻഡുമായി, ട്രേഡ് മാർക്കുമായിട്ട്, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അവരുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത്, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് റിപ്ലൈസ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് എഫക്റ്റീവാണ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എഫക്റ്റീവാണ് എന്നുള്ള അസംഷനിലേക്ക് എത്തും. ഓക്കെ, ഒപ്പീനിയൻ റിസർച്ചാണ് മറ്റൊന്ന്. അണ്ടർ ദിസ് മെത്തേഡ് സം കൺസ്യൂമേഴ്സ് ആർ സെലക്റ്റഡ് ആൻഡ് ആർ ആസ്ക്ഡ് ടു എക്സ്പ്രസ് ദർ ഒപ്പീനിയൻ അബൌട്ട് ദ ആഡ് പ്രോഗ്രാം ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ മെത്തേഡിലും കുറച്ച് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻ, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻ കളക്ട് ചെയ്യുകയാണ്. ഇഫ് ദ കൺസ്യൂമേഴ്സ് സേ ദാറ്റ് ദിസ് പ്രോഗ്രാം ഈസ് ക്വൈറ്റ് എഫക്റ്റീവ് ആൻഡ് അട്രാക്റ്റീവ്, ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി എഫക്റ്റീവ്. ഓക്കെ, ഈ
പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആഡ് പ്രോഗ്രാം എഫക്റ്റീവ് ആണെന്ന് കൺസ്യൂമേഴ്സ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആണെന്ന് കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ആ ആഡ് മെസ്സേജ് അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആണെന്ന് നിഗമനത്തിലേക്ക് എത്തിച്ചു. നെക്സ്റ്റ് അസോസിയേഷൻ ടെസ്റ്റ് ആണ്. ഇൻ ദിസ് മെത്തേഡ് കോമൺ സെൻറ്റൻസ് ഓർ സ്ലോഗൻ ഓഫ് ദ ആഡ് മെസ്സേജ് ഈസ് റിപ്പീറ്റഡ് ബിഫോർ സം സെലക്റ്റഡ് കൺസ്യൂമേഴ്സ് ആൻഡ് ദേ ആർ ആസ്ക്ഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഈ ടെസ്റ്റിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജിലെ ഒരു കോമൺ സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു കോമൺ സ്ലോഗന് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ടേം ഒരു ഗ്രൂപ്പ് ഓഫ് സെലക്റ്റഡ് കൺസ്യൂമേഴ്സിൻ്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, സെലക്ട് ചെയ്തിട്ട്, എന്നിട്ട് ദേ ആർ ആസ്ക്ഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ആ ഒരു സ്ലോഗൻ്റെ അല്ലെങ്കിൽ ഒരു കോമൺ സെൻറ്റൻസസിൻ്റെ ഒരു ഭാഗം അവരുടെ മുമ്പിൽ പറഞ്ഞിട്ട് ആ ബാക്കി ഭാഗത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, ഈ സെലക്റ്റഡ് കൺസ്യൂമേഴ്സ് ആ സെൻറ്റൻസസിൻ്റെ ബാക്കി ഭാഗം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ആ ആഡ് മെസ്സേജ് എഫക്റ്റീവ് ആണെന്ന് നിഗമനത്തിൽ എത്തിച്ചേരാം. ഓക്കെ, ഇതാണ് അസോസിയേഷൻ ടെസ്റ്റ്. ദെൻ ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ് മറ്റൊന്ന്. ഇൻ ദിസ് ടെസ്റ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ ടെസ്റ്റഡ് ഇൻ ദ ടെസ്റ്റ് മാർക്കറ്റ്സ് ബിഫോർ ലോഞ്ചിങ് ഓൺ എ വൈഡർ സ്കെയിൽ. അഡ്വർടൈസ്മെൻറ്റ് വൈഡർ സ്കെയിലിൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് മാർക്കറ്റിൽ ഒരു സാമ്പിളായിട്ട് എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ആ മാർക്കറ്റിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് നൽകിക്കൊണ്ട് ഒരു സാമ്പിൾ ടെസ്റ്റ് നടത്തും. ഒറിജിനൽ ടെസ്റ്റിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ടെസ്റ്റിംഗ് ആയിരിക്കും ഇത്. ഓക്കെ, ഇത് റിയൽ ടൈം ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ടെസ്റ്റിങ്ങിൻ്റെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടാൻ സഹായിക്കും. ദിസ് ഗീവ്സ് ദ അഡ്വർടൈസർ യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ജഡ്ജിങ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ്സ്. ഓക്കെ, thanks for watching. Please subscribe my channel for more videos.